ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ കന്നിമാസത്തിലെ രാശിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തും. ബെല്ലിനകത്ത് ഒരു ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതൊന്ന് തൊട്ട് വെച്ചാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഇന്ന് നമ്മൾ ഉത്രാത്തം 2 നക്ഷത്രം പറയുന്നുള്ളൂ. ഉത്തര നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്തര നക്ഷത്രം ഉന്മേഷവും ഉണർവും, അതായത് രണ്ടും കൂടി കൂടിയും കുറഞ്ഞൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്. ചിലപ്പോൾ ഉന്മേഷം ഉണ്ടാകും, ചിലപ്പോൾ ഉണർവുണ്ടാകും, ചിലപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ. അതായത് രണ്ടും കൂടി കൂടിയൊരു അവസ്ഥയായിരിക്കും ഒരു മാസം. അതായത് ചിങ്ങക്കൂറുകാർക്കാണെങ്കിൽ 12ലേക്കാണ് വ്യാഴം വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലവ് അധികരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ അർഹതപ്പെട്ട അംഗീകാരങ്ങളൊക്കെ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ കന്നിക്കൂറുകാർക്ക് വ്യാഴമാറ്റം നല്ലൊരു ഫലമാണ് സമ്മാനിക്കുന്നത്. ആദ്യത്തിൻ്റെ സഞ്ചാരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അലച്ചിലുണ്ടാവും. അതായത് 1-ാം പാദക്കാർക്ക് നേട്ടങ്ങളുണ്ടാകും. നേട്ടങ്ങളുണ്ടാക്കും. ആദായ മാർഗങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കാം. ഭാവി സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളും. പക്ഷേ 2-ാം പാദ ജനിച്ചവർക്ക് ചൊവ്വ ഇപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. വാഗ്ദോഷവും ദേശക്ലേശവും ഒക്കെ ഉണ്ടാകും. ഇത്ര നാളുകളുടെ അതായത് 2-ാം പാദത്തിലുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ആദ്യ പകുതി നല്ലതാണ്. അതായത് ആദ്യ പകുതി സഞ്ചാരത്തിൽ 2-ാം പാദത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്ക് പഠനത്തിലൊക്കെ വളർച്ചയുണ്ടാകും. പ്രണയ കവിതാക്കൾക്ക് നല്ലൊരു സമയമാണ്. ദാമ്പത്യത്തിലുള്ള ഇണക്കവും അതിങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ കിടക്കും. പക്ഷേ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഇണക്കത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതാണ് ഉത്തരം നാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അത്തം നാളിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദിത്യൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ അലച്ചിലുണ്ടാകും, ആലസ്യമൊക്കെ ഉണ്ടാകും, വിഭവനാശമൊക്കെ ഉണ്ടാകും, മനസ്സിൻ്റെ സന്തോഷമൊക്കെ കുറയും. ചൊവ്വ 2-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് കട്ടിയേറും. പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് പിന്നീട് തോന്നും. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ വളർച്ചയ്ക്ക് സാമാന്യമായ സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ഉണ്ടാകാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. പഠിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കൂ. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അനുമതി തേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ഒരു മാസം കിട്ടില്ല. ഒക്ടോബർ 18 ശേഷം വ്യാഴം 11ലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മെച്ചം വരും. സാമ്പത്തിക മേഖലയൊക്കെ കുറച്ച് നന്നായി വരും. അർഹതപ്പെട്ട അംഗീകാരങ്ങളൊക്കെ കിട്ടും. കൂടെ പ്രവർത്തിക്കുന്നവർ, ജോലി ചെയ്യുന്നവരുടെയൊക്കെ പിന്തുണ ഉണ്ടാകും. കുടുംബത്തിലൊക്കെ സമാധാനവും ബന്ധുക്കളുമായിട്ടുള്ളൊക്കെ നല്ല രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. ദാമ്പത്യ സൗഖ്യമൊക്കെ ഉണ്ടാവും. അതാണ് 2 നാളുകളെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.